ഹലോ വെൽക്കം ബാക്ക് ടു നെസ്ഫ വ്ളോഗ്സ്. അപ്പോൾ ഞാനുള്ളത് നമ്മുടെ കൊല്ലം കല്യാൺ സിൽക്സിലാണ്. അറിയാലോ, കല്യാൺ സിൽക്സിലെ കാഞ്ചീപുരം സാരീസിൻ്റെ എക്സിബിഷൻസ് ആൻഡ് സെയിലൊക്കെ നടക്കുന്ന കാര്യം ഞാൻ നിങ്ങളെ അറിയിപ്പിച്ചിട്ടുള്ളതാണ്. സോ മെയ് 15th വരെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കുറച്ച് കട്ടം ബൂട്ട കാഞ്ചീപുരം സാരീസിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരാമെന്ന്. അറിയാലോ, നല്ലൊരു ക്ലാസിക് ട്രഡീഷണൽ ടച്ചുള്ള നമ്മുടെ കട്ടം ബൂട്ട കാഞ്ചീപുരം സാരീസിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അടിപൊളിയാണ്. സോ ആ സാരീസിൽ കുറച്ച് ടൈപ്സ് നമുക്കൊന്ന് കാണാം കേട്ടോ. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് കളർ ഗ്രീനിൽ നിന്ന് തന്നെയാണ് കേട്ടോ തുടങ്ങുന്നത്. നമ്മുടെ ഈ കട്ടംപൂട്ട കാഞ്ചീപുരം സാരീസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ചെക്ക് ഡിസൈൻ ആണ്. ഈ ചെക്ക് ഡിസൈനിൽ വന്നിട്ട് ഈ സ്മോൾ മോട്ടീവ്സ് വരുന്നതാണ് നമ്മുടെ കട്ടംപൂട്ട കാഞ്ചീപുരം സാരി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കളറിൻ്റെ ഓപ്പോസിറ്റ് ഷെയ്ഡിലായിരിക്കും ഇതിലൊരു പൈപ്പിംഗ് പോലെ വരുന്ന, മീൻസ് ജെമഡോ എന്ന് പറയും നമ്മളതിന്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബ്യൂട്ടിഫുൾ സാരിയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം ഇതിൻ്റെ ലുക്ക് എങ്ങനെയാണെന്നുള്ളത്. നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ. ഇപ്പോൾ വന്നതേ ഉള്ളൂ ഈ ഒരു കളറിലുള്ളത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഇത് തന്നെ. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് കളറും കൂടിയാണ്. കണ്ടോ, നല്ലൊരു ചെക്ക് ഡിസൈൻ വന്നിട്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒരു പീക്കോക്ക് മോട്ടീഫാണ് വന്നിരിക്കുന്നത്. കണ്ടോ അതിൻ്റെ ഗ്ലാമർ. ആൻഡ് ഇത് ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഉഗ്രൻ ട്രഡീഷണൽ ലുക്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അതായത് വെഡിങ്ങിനാണെന്നുണ്ടെങ്കിലും പിന്നെ നിങ്ങൾക്ക് ഒരു വളകാപ്പ് ചടങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. ആൻഡ് വളകാപ്പ് ചടങ്ങിനാണെന്നുണ്ടെങ്കിൽ ഇത് സൂപ്പർബായിരിക്കും കേട്ടോ. ഇതൊക്കെ സാരിയുടെ ലുക്ക് അടിപൊളിയായിട്ടില്ലേ? വളകാപ്പ് ചടങ്ങിനൊക്കെ ഇത് അടിപൊളിയായിരിക്കുവേ. ഇതുപോലെ സാരിയൊക്കെ ഉടുത്ത് ആൻഡ് അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ബാംഗിൾസ് ഒക്കെ ഇട്ട് അടിപൊളിയായിരിക്കും വളകാപ്പ് ചടങ്ങിന്. കാരണം ഫുള്ളി ഒരു ട്രഡീഷണൽ ലുക്കാണ്. ആൻഡ് ഓൾ ടൈം ഫേവറേറ്റ് സാരിയും കൂടിയാണ് ഈ ഒരു കട്ടംപൂട്ട കാഞ്ചീപുരം സാരി. കംപ്ലീറ്റ്ലി നല്ലൊരു ട്രഡീഷണൽ ലുക്കിൽ അടിപൊളിയായിട്ടുള്ള സാരിയാണ്. ആൻഡ് ഈ സ്മോൾ ചെക്ക് തന്നെ അടിപൊളിയാണ്. അതിൽ ഈ മോട്ടീവ്സും കൂടി വരുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും. പീക്കോക്ക് മോട്ടീവ്സ്, ഫ്ലോറൽ മോട്ടീവ്സ് ഒക്കെ തന്നെ വരും കേട്ടോ, മിക്സ് ചെയ്ത്. സോ നമുക്കിനി നെക്സ്റ്റ് വൺ കാണാം. ഇതിൻ്റെ ബ്ലൗസ് പീസ് ലുക്ക് ഇതാണ് കേട്ടോ. ഒരു സ്ട്രൈപ്സ് മോഡലാണ് വന്നിരിക്കുന്നത്. ആൻഡ് നല്ല വീതിയുള്ള രീതിയിൽ സ്ലീവിൽ ആ ഒരു ബോർഡറും കൂടി വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും കാണാൻ. കണ്ടോ, ആ ഒരു സ്ലീവ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബോർഡറിൽ തന്നെ കവർ ചെയ്ത് നിന്നോളും. സോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു സാരി, കൊള്ളാം. ആൻഡ് ഇത് വരുമ്പോഴത്തേക്ക് ഒരു 19,000 ആ ഒരു റേറ്റിലൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. സോ ഈ ഒരു കട്ടംപൂട്ട കാഞ്ചീപുരം സാരിയുടേത് നല്ലൊരു പല്ലു വർക്കൊക്കെ വന്നിട്ടുള്ളത് കൊള്ളാം, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കളർ കാണാം. നെക്സ്റ്റ് ഞാൻ നേരത്തെ പീക്കോക്ക് മോട്ടീഫിൻ്റെയാണ് കാണിച്ചെങ്കിൽ ഇപ്പോൾ ഫ്ലോറൽ മോട്ടീഫ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് കേട്ടോ കാണിക്കുന്നത്. ആൻഡ് അത് മാത്രമല്ല ചെക്ക് ഡിസൈൻസിലെന്ന് പറയുന്നത് കുറച്ച് വലിയ ചെക്ക് ഡിസൈൻസ് വരുന്നതുകൊണ്ട് അതേപോലെ തന്നെ സ്മോൾ ചെക്ക് ഡിസൈൻ വരുന്നതുകൊണ്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത് നേരത്തെ ഗ്രീൻ കളർ സാരി വരുമ്പോഴത്തേക്ക് ഞാനത് കാണിച്ചു തരാവേ എൻ്റെ ഡിഫറൻസ്. ഗ്രീൻ കളറിലെ ചെക്ക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സൈസ് കൂടുതലായിരുന്നു. ഇതാകുമ്പോൾ കുറച്ചും കൂടി ചെറിയ സൈസിൽ വരുന്ന ചെക്ക് ബോർഡേഴ്സ് ആണ്. ഇതിൽ പീക്കോക്ക് മോട്ടീഫ് ആണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത് ഫ്ലോറൽ മോട്ടീഫാണ് വന്നിരിക്കുന്നത്. സോ അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാവേ. ഇത് വരുമ്പം നേരത്തേത് മാച്ചിങ് കളറിലാണ് അതിൻ്റെ ബോർഡർ വന്നതെന്നുണ്ടെങ്കിൽ ഇതിലൊരു കോൺട്രാസ്റ്റ് ബോർഡറിലാണ് വരുന്നത്. കണ്ടോ, അതേപോലെ പല്ലുവും കോൺട്രാസ്റ്റിലാണ് വരുന്നത്. സോ അപ്പം മാച്ചിങ് ബോർഡേഴ്സ് ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനത്തെ കോൺട്രാസ്റ്റ് കളറിലുള്ള ആ ഒരു ബോർഡേഴ്സിലുള്ള ഒരു കട്ടംപൂട്ട കാഞ്ചീപുരം സാരിയാണ് ഞാൻ കാണിക്കുന്നത്. അതും സ്മോൾ ചെക്ക് ഡിസൈൻസിൽ ഫ്ലോറൽ മോട്ടീഫിൽ വരുന്നത്. ആ ഡിഫറൻസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോൾ ഈ ഒരു സ്ട്രൈപ്സ് മോഡലിലായിരിക്കും ബ്ലൗസ് പീസ്. എന്നിട്ട് നല്ലൊരു ലവ്ലി സൈസിലായിരിക്കും ഇതിൻ്റെ ബോർഡർ വന്നിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഓറഞ്ച് കളർ ആൻഡ് ഈ ഒരു കളർ കോംബോയിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു സാരി. റേറ്റ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ആ ഗ്രീൻ കളർ സാരി കാണിച്ചില്ലേ, അപ്പോൾ അതേപോലത്തേക്ക് തന്നെ ഇതിലും വരുന്നത്. സോ ഇനി നമുക്കൊരു നെക്സ്റ്റ് കളർ കാണാം. ഇനി ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഗ്രീൻ കളറിൻ്റെ വേറൊരു കളറാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ളതാണ്. ഇതൊരു ഡ്യുവൽ ഷെയ്ഡാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതൊരു ഗ്രീൻ ആൻഡ് പീക്കോക്ക് ഷെയ്ഡ് മിക്സ് ചെയ്ത് വരുന്നതാണ്. ഇതിലും പീക്കോക്ക് മോട്ടീവ്സ് തന്നെയാണ് ഇടയ്ക്ക് വരുന്നത്. ആൻഡ് കണ്ടോ, മാച്ചിങ് കളറിലാണ് ആ ഒരു ബോർഡർ ഒക്കെ തന്നെ വരുന്നത്. നേരത്തെ കാണിച്ചതിൻ്റെ വേറൊരു കളർ ആയതുകൊണ്ട് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. നമുക്ക് നെക്സ്റ്റ് വൺ കാണാം.
അടുത്തത് ഞാൻ കാണിച്ചു തരുന്നത് കട്ടംപൂട്ട കാഞ്ചീപുരം സാരി അല്ലായേ, ഇപ്പം വന്നൊരു മോഡല് എന്നെ എടുത്ത് കാണിച്ചതാണ്. അപ്പോൾ കാഞ്ചീപുരത്തിൻ്റെതായതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അന്നപക്ഷി രുദ്രാക്ഷം ആ ഒരു മോട്ടീഫ് വരുന്ന സാരിയാണ്. ഓ ബ്യൂട്ടിഫുൾ സാരി. ഈ ഒരു പീക്കോക്ക് മോട്ടീഫ് രുദ്രാക്ഷം പാറ്റേണിലുള്ള ഈ ഒരു സാരിയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് അടിപൊളിയാണ്. ആൻഡ് ഈ ഒരു സാരി ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ ഇതിനകത്ത് ഓൺലൈൻ ഷോപ്പിംഗ് നമ്പർ കൊടുക്കാവേ, കാരണം നല്ല ഭംഗിയായിട്ടുള്ളൊരു സാരിയാണ്. മാച്ചിങ് ബോർഡറൊക്കെയാണ് വന്നിരിക്കുന്നത്. ചിലർക്ക് കോൺട്രാസ്റ്റ് ബോർഡറിനോട് വലിയ ഇഷ്ടമൊന്നും അല്ല, പക്ഷേ എന്നാ അടിപൊളിയായിട്ടുണ്ടെന്ന് അറിയാവോ ഈ ഒരു സാരി. ആ ഒരു പീക്കോക്ക് മോട്ടീഫിൻ്റെ ബ്യൂട്ടി, ദെൻ രുദ്രാക്ഷം മോട്ടീഫിൻ്റെ ബ്യൂട്ടി ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു സാരി കണ്ടോ. ഇതിൻ്റെ ആ ഒരു പല്ലു ലുക്കൊക്കെ നല്ലൊരു ലക്ഷൂറിയസ് ലുക്കിൽ വരുന്ന പല്ലു ആണ്. അതിനോടൊപ്പം തന്നെ ആ പല്ലുവിൽ നല്ലൊരു പീക്കോക്ക് മോട്ടീഫ് ആ ഒരു ഇത് വന്നിട്ടുണ്ട് കണ്ടോ. എന്താ ഭംഗിയായിട്ടുണ്ടെന്ന് അറിയാവോ. അതായത് ഈ ഒരു ഡിസൈൻ്റെ ഈ ഒരു ഇരുവശത്തുമായിട്ടാണ് ഈ ഒരു പീക്കോക്കിൻ്റെ ആ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്. കൊള്ളാട്ടോ, അടിപൊളി ആയിട്ടുണ്ട്. എനിക്ക് സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൻ്റെ ലുക്ക് ഞാൻ എൻ്റെ ബോഡിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അത് മതി. ഇത് കണ്ടോ, ഗ്ലാമർ ആയിട്ടില്ലേ. ആ ഒരു പല്ലുവിൻ്റെ ബ്യൂട്ടിയൊക്കെ കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഒരു സാരി. ഇപ്പം വന്നൊരു മോഡലാണ് കേട്ടോ. അപ്പം ഞാൻ കട്ടും പൂട്ട കാണിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഇപ്പോൾ വന്നൊരു കളക്ഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാനിത് കാണിച്ചു തന്നതാണ്. അടിപൊളിയായിട്ടില്ല ഈ ഒരു പീക്കോക്ക് രുദ്രാക്ഷം മോട്ടീഫ് വരുന്ന ഈ ഒരു കാഞ്ചീപുരം സാരി. സൂപ്പർബല്ലേ, അടിപൊളിയായിട്ടുണ്ട്. അടുത്തത് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് വൈറൂസി കാഞ്ചീപുരം സാരിയാണ്. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. സോ വൈറൂസി കാഞ്ചീപുരം സാരിയുടെ ആ ഒരു സൗന്ദര്യം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ എടുത്തിട്ട് കണ്ടാൽ മതി. സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ കണ്ടപ്പോൾ കാണിച്ചു തന്നതാണ്. അത്രയും ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറൂസി കാഞ്ചീപുരം സാരിയുടെ ആ ഒരു സ്പെഷ്യാലിറ്റി ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വജ്രം പോലെ തിളങ്ങുന്നതെന്നാണ് ഈ ഒരു സാരീനെ പറ്റിയിട്ട് പറയണേ. അതിൻ്റെ നെയിമിൻ്റെ ആ ഒരു മീനിങ് തന്നെ അത് തന്നെയാണ്. കണ്ടോ, അടിപൊളിയായിട്ടുള്ള നല്ല ഗ്ലേസിങ് ടെക്സ്ചറിൽ വരുന്ന നല്ലൊരു സൂപ്പർ കാഞ്ചീപുരം സാരിയാണ് ഈ വൈറൂസി കാഞ്ചീപുരം സാരി. ഓക്കെ, നമുക്ക് വീണ്ടും നമ്മുടെ കട്ടം ബൂട്ടയിലോട്ട് തന്നെ വരാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് ഇലക്ട്രിക് റെഡ് കളർ കാഞ്ചീപുരം കട്ടം ബൂട്ട കാഞ്ചീപുരം സാരിയാണ്. സോ ആ റെഡ് കളറിൻ്റെ ആ ഒരു ബ്യൂട്ടി കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇതാ ബ്യൂട്ടിഫുൾ സാരിയാണ്. ഇതിൽ വരുമ്പോഴത്തേക്ക് രണ്ട് മോട്ടീവ്സും മിക്സ് ചെയ്ത് വരുന്നതാണ് കേട്ടോ ചെക്ക് പാറ്റേണിനുള്ളിൽ. അതായത് പീക്കോക്ക് മോട്ടീഫും വരുന്നുണ്ട്, ഈ ഒരു മോട്ടീഫും വരുന്നുണ്ട്. എപ്പോഴും ആ ഒരു ചെക്ക് ഡിസൈൻ്റെ അകത്തായിട്ട് ഈ ഒരു സ്മോൾ മോട്ടീവ്സ് വരുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു കട്ടം ബൂട്ടാടത് ചെക്ക് പാറ്റേൺ വിത്ത് ആ ഒരു സ്മോൾ ബൂട്ട വർക്ക്സ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ പല്ലു ലുക്ക് വരുമ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ് കേട്ടോ. എന്താ ഭംഗിയായിട്ടുണ്ട്. ട്രഡീഷണൽ ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു സാരി. ആൻഡ് ഇതിൻ്റെയും ആ ഒരു ബ്ലൗസ് പീസ് വന്നിട്ട് ഇതേപോലെ ആയിരിക്കും വരുന്നത്. കണ്ടല്ലോ. നെക്സ്റ്റ് ഞാൻ കുറച്ച് നേരമായിട്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡുകളാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നത്. സോ പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കുള്ളതും കൂടി കാണണ്ടേ. അയ്യോ കൊള്ളാട്ടോ, ഇതിൻ്റെ ടസൽസ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ആൻഡ് ഇതിനകത്തൊരു കോൺട്രാസ്റ്റ് കളർ കണ്ടോ. അയ്യോ, ബ്ലൗസ് പീസ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് കളറിലാണ് കേട്ടോ വരുന്നത്. കൊള്ളാട്ടോ അത്. ആൻഡ് ടസൽസ് ആണെന്നുണ്ടെങ്കിലും രണ്ട് കളറും മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു ടസൽസ് വന്നിരിക്കുക. നല്ല ഭംഗിയായിരിക്കും കേട്ടോ സാരി ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക്. കൊള്ളാം. ഈ പേസ്റ്റൽ ഷെയ്ഡ് അടിപൊളിയായിട്ടുണ്ട്. ഇത് വരുമ്പോൾ സ്മോൾ ചെക്കിനകത്ത് ആ ഒരു ഫ്ലോറൽ മോട്ടീഫാണ് വന്നിരിക്കുന്നത്. കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. കൊള്ളാം, ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതെല്ലാം തന്നെ ലൈറ്റ് വെയ്റ്റ് സാരീസും കൂടിയാണ് കേട്ടോ. ഒട്ടും തന്നെ വെയിറ്റ് ഇല്ലാതെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയും കൂടിയാണ്. കൊള്ളാട്ടോ. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു കോൺട്രാസ്റ്റ് കളറിലായിരിക്കും വരുന്നതെന്നുള്ളത്. കൊള്ളാം. ഇതിൻ്റെ ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു ബോർഡർ ലുക്ക് വന്നിട്ട് ഇതാണ്. കൊള്ളാവേ, നല്ല ഭംഗിയായിട്ടുണ്ട്. അതായത് സാരിയുടെ ആ ഒരു ബോഡിയിലൊന്നും തന്നെ ആ ഒരു കോൺട്രാസ്റ്റ് ഇത് വരുന്നതേ ഇല്ല. അതായത് ബോർഡറിൽ പോലും ആ ഒരു സെയിം കളറിലാണ് വന്നിരിക്കുന്നത്. ബട്ട് നമ്മുടെ ബ്ലൗസ് പീസ് മാത്രമാണ് ഈ ഒരു കോൺട്രാസ്റ്റ് കളറിൽ വന്നിരിക്കുന്നത്. അത് കൊള്ളാട്ടോ, കലക്കി.
നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് എങ്ങനെ വരും? 21,000 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത്. അതായത് നേരത്തെ പറഞ്ഞ ആ ഒരു റേറ്റിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതൽ മാത്രമേ ഈ ഒരെണ്ണത്തിന് വരുന്നുള്ളൂ. ബട്ട് കൊള്ളാം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ആൻഡ് പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന അപ്കമിങ് ബ്രൈഡ്സിനൊക്കെ ഇത് നല്ലൊരു ചോയ്സ് ആയിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ റെട്ടേപ്പട്ട് സാരി. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാരിയിൽ ഡബിൾ ലെയേർഡ് വീവിങ് ടെക്നിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബോർഡർ തന്നെയാണ്. താഴെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ ഇതിൻ്റെ ഭംഗി എങ്ങനെയാണെന്നുള്ളത്. ആൻഡ് നല്ല അടിപൊളി പല്ലു ഒക്കെയാണ് ഇതിന് വന്നിരിക്കുന്നത്. സോ ഞാൻ പല്ലു ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഏതൊരു ഫെസ്റ്റീവ് ഒക്കേഷൻസിലും നിങ്ങൾക്ക് ഉടുക്കാൻ പറ്റിയ അടിപൊളി സാരിയാണ് കേട്ടോ ഇത് വന്നിട്ട്. ആൻഡ് റെട്ടയെന്ന് വെച്ചാൽ തന്നെ അതിൻ്റെ മീനിങ് ഡബിൾ ആണ്. സോ അതാണ് ഡബിൾ ലെയേർഡ് വീവിംഗ് ടെക്നിക് ആണെന്ന് ഞാൻ പറയാൻ കാരണം. സോ ഇതിൻ്റെ ആ ഒരു പല്ലു ലുക്ക് ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ ഈ ഒരു സാരിയുടെ പല്ലു ലുക്ക് വന്നിരിക്കുന്നത്. കൊള്ളാലോ. ആണ് താഴമ്പൂ സാരി. താഴമ്പൂ സാരിയുടെ, കാഞ്ചീപുരം സാരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൈതകി പൂവ്, ആ ഒരു ഇതിൻ്റെ ആകൃതിയാണ് ഈ ഒരു സാരിയുടെ പ്രധാന ഡിസൈൻ എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ സംഭവം, വേറെ ഒന്നും അല്ല. കണ്ടോ ആ ഒരു പൂവിൻ്റെ ആ ഒരു പാറ്റേൺ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ താഴമ്പൂവിൻ്റെ തന്നെ മറ്റൊരു പേരാണ് ഈ കൈതകി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള സാരിയാണ്, ഒരു ക്ലാസിക് മോഡൽ സാരിയാണ്. കൊള്ളാം. കേരള ശൈലിയുടെ ഒരു സിംപ്ലിസിറ്റി എല്ലാം കൂടി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സാരിയാണ് കേട്ടോ ഇത്. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക്. ആ താഴെ ആ ഒരു താഴമ്പൂവിൻ്റെ ആ ഒരു പാറ്റേൺ വന്നിരിക്കുമ്പോഴുള്ള ആ ഒരു ഗ്ലാമർ കണ്ടോ സാരിയിൽ. അതായത് ഈ ഒരു ബ്ലാക്ക് കളറിൽ ആ ഒരു താഴമ്പൂവിൻ്റെ ആ ഒരു പാറ്റേൺ വരുന്നത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ സാരിക്ക്. ആക്ച്വലി ഇത് ഉടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മോഡേൺ ലുക്കും തോന്നിക്കും, എന്നാൽ ആ ഒരു സിംപ്ലിസിറ്റിയും കാണും. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വൺ. ആൻഡ് ഇത് നമ്മുടെ കോർവേ കാഞ്ചീപുരം സാരിയാണ്. ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കോർവേ കാഞ്ചീപുരം സാരി എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതിൻ്റെ ബോർഡർ അതേപോലെ പല്ലുമൊക്കെ എന്താണ് വേറെ സെപ്പറേറ്റ് ആയിട്ട് നെയ്തിട്ട് പിന്നീട് അറ്റാച്ച് ചെയ്യുകയാണ് ഈ കോർവേ കാഞ്ചീപുരം സാരീസിൽ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഈ ഒരു ബോർഡർ അവർ വേറെ സെപ്പറേറ്റ് ആയിട്ട് നെയ്തിട്ട് പിന്നീട് ഈ ഒരു ഇതിനോടൊപ്പം ചേർത്ത് അറ്റാച്ച് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. കൊള്ളാമല്ലോ. അടിപൊളി കളറിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു കോർവേ കാഞ്ചീപുരം സാരിയാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. ആൻഡ് ഇതിൻ്റെ പല്ലു ലുക്കും കൂടി കാണിച്ചു തരാം. ഒരു ലക്ഷൂറിയസ് ലുക്ക് പല്ലു ആണ് ഇതിന് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫുൾ ബ്യൂട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് കലാക്ഷേത്ര സ്റ്റൈൽ സാരിയാണ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ ദ എസ്തെറ്റിക്സ് ഓഫ് ദി കലാക്ഷേത്ര ട്രഡീഷൻ. ആൻഡ് ഇതിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നല്ലൊരു ലവ്ലി സൈസിൽ ഒരു കോൺട്രാസ്റ്റ് ബോർഡർ വരുന്ന ഒരു സാരിയും കൂടിയാണ്. ആൻഡ് ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു സാംസ്കാരിക പരിപാടികൾക്കൊക്കെ ഉടുത്തുകൊണ്ട് പോകാനൊക്കെ ആയിട്ട് നല്ലതായിട്ട് യോജിക്കുന്ന ഒരു സാരിയും കൂടിയാണ്. ഫെസ്റ്റീവ് ഒക്കേഷൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ആ ഒരു ബോർഡറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കണ്ടോ, നല്ല വീതിയുള്ള സൈസിൽ കോൺട്രാസ്റ്റ് ബോർഡർ കാണും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കലാക്ഷേത്ര സ്റ്റൈൽ സാരിയുടെ ആ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ടെമ്പിൾ ബോർഡേഴ്സ് ഒക്കെ തന്നെയായിരിക്കും കൂടുതലായിട്ടും കാണുന്നത്. ആൻഡ് ഇതൊരു ചെക്ക് പാറ്റേണിൽ വന്നിട്ട് നല്ല വീതിക്ക് കോൺട്രാസ്റ്റ് ബോർഡറിൽ വന്നിട്ടുള്ള ഒരു സാരിയും കൂടിയാണ് കേട്ടോ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞാൻ നടന്നു വന്നപ്പോഴത്തേക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ സാരി കണ്ടു. നല്ലൊരു സ്പെഷ്യാലിറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ ഒരു പാറ്റേണിൻ്റെ നെയിം എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, പക്ഷേ ഇതിൻ്റെ ഡിസൈൻ കണ്ടോ അടിപൊളി ആയിട്ടുണ്ട്. ആ ഒരു കാഞ്ചീപുരം സാരിയിൽ നല്ല ഭംഗിയായിട്ടുണ്ട് കണ്ടോ. എപ്പോഴും കണ്ടുവരുന്ന ആ ഒരു പാറ്റേണിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സാരി കേട്ടോ. ഇതിൻ്റെ പല്ലുമൊക്കെ അടിപൊളി ആയിട്ടുണ്ട്. ഈ ഒരു സാരീനെ പറ്റിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ ഒത്തിരി സാരികൾ ഇങ്ങനെ ഡിസ്പ്ലേയിൽ നമ്മുടെ കാഞ്ചീപുരം സാരീസിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കാണിച്ചത് കട്ടംപുട്ട കാഞ്ചീപുരം സാരീസിൻ്റെ ആ ഒരു യെല്ലോ കളറാണ്. സോ യെല്ലോ കളറിൽ ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത്. കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. സോ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ കട്ടംപുട്ട കാഞ്ചീപുരം സാരി സെക്ഷനിലോട്ട് തന്നെ വരാം.
നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് ഒരു വയലറ്റ് കളർ സാരിയാണ്, കാഞ്ചീപുരം സാരിയാണ്. ഇതിൻ്റെ മോട്ടിഫ് കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. അതായത് മാങ്ങ പിഞ്ച് ആ ഒരു മോട്ടിഫാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ചെക്ക് പാറ്റേൺ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വലിയ ചെക്കാണ് വന്നിരിക്കുന്നത്. നേരത്തെ നല്ല ടൈനി ചെക്കായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം വന്നിരിക്കുന്നത് കുറച്ചും കൂടി വലുതായിട്ടുള്ള ആ ഒരു ചെക്കിനകത്താണ് ഈ ഒരു മാങ്ങ പിഞ്ച് ആ ഒരു ബൂട്ട വർക്ക് വന്നിരിക്കുന്നത്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ പല്ലുമൊക്കെ, ആ പല്ലുമൊക്കെ നല്ല പിളപിള തിളങ്ങുന്ന ടൈപ്പ് പല്ലുമാണ് കേട്ടോ. കൊള്ളാം, നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരു മാച്ചിങ് ബോർഡർ തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് നല്ല വീതിക്കാണ് കേട്ടോ ആ ഒരു ബോർഡർ വന്നിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഈ ഒരു മോട്ടിഫും ഒക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോഴത്തേക്ക് ആ സ്ട്രൈപ്സ് മോഡൽ ആ ഒരു ലവ്ലി സൈസ് ബോർഡർ ആയിരിക്കും വരുന്നത്. കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. ആൻഡ് ഇത് ഞാനൊന്ന് വെച്ചും കൂടി കാണിച്ചു തരാവേ. അപ്പം ഇങ്ങോട്ട് വന്ന് നടക്കും. അപ്പോൾ ഓക്കെ, കണ്ടോ നല്ല ഭംഗിയായിട്ടില്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കട്ടം ബൂട്ട കാഞ്ചീപുരം സാരി? നല്ലൊരു ട്രഡീഷണൽ ലുക്കിൽ വരുന്ന നല്ല അടിപൊളി സാരിയാണ് കേട്ടോ ഈ ഒരു കട്ടം ബൂട്ട കാഞ്ചീപുരം സാരി. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ചെക്ക് പാറ്റേൺ ആണ്. അതിനകത്ത് ഈ കുഞ്ഞു കുഞ്ഞു ബൂട്ട വർക്ക്സ് വരുന്നതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒരു കട്ടം ബൂട്ട കാഞ്ചീപുരം സാരീസിൻ്റെ പല ഷെയ്ഡ്സ് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, പല മോട്ടിവ്സിൽ വരുന്നത്. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ഇതുപോലുള്ള നല്ല അടിപൊളി സാരീസുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും നമ്മുടെ കല്യാൺ സിൽക്സിലെ. അപ്പോൾ കല്യാൺ സിൽക്സിലെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.